ശ്രീകുമാർ, ഇവിടെ അങ്ങനെയൊക്കെ ഇപ്പോൾ ആ കോൺഫറൻസിലായിരിക്കണം എക്സിറ്റ് പോൾ കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രി ആരെയെന്ന ചർച്ച കൂടുതൽ സജീവമാകുന്നു എന്ന് മാത്രമല്ല, മന്ത്രിമാരാരെന്ന ചർച്ചകളൊക്കെ സജീവമാകുന്നു എന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥലത്തെ അഴിച്ചുപണി, ചീഫ് സെക്രട്ടറി ആര് വേണമെന്ന ആലോചന, പോലീസ് തലപ്പത്തെ അഴിച്ചുപണി തുടങ്ങിയ കൊണ്ടുപിടി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ തവണ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്ത 2 സർവേകളാണ് ആക്സിസ് മൈൻ്റെയും ചാണക്യയും. അതിൽ തന്നെ ഷാർപ്പായി പ്രെഡിക്റ്റ് ചെയ്തൊരു ഏജൻസിയാണ് ചാണക്യ. BJPക്ക് 11 സീറ്റുകളും 20% വോട്ട് ഷെയറും BJP അവരുടെ വൈൽഡ് സ്വപ്നങ്ങളിൽ പോലും കരുതുന്നില്ല. എങ്കിൽ കൂടിയും വ്യക്തമായൊരു ഭരണവിരുദ്ധ വികാരം ഇനിയും വ്യക്തമായിട്ടില്ലെന്നിരിക്കെ കോൺഗ്രസിൽ ഒരു പരിധിയിൽ കൂടുതൽ എല്ലാം സേഫാണ് എന്ന ചിന്തയ്ക്ക് അടിസ്ഥാനമുണ്ടോ? എ ജയശങ്കർ അങ്ങനെ പറയുമ്പോഴും ശ്രീകുമാർ, നോക്കൂ, ഇവിടെ നമ്മുടെ നിരീക്ഷകരാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും ഒക്കെ UDF അധികാരത്തിൽ വരും എന്ന് കഴിഞ്ഞ തൃക്കാക്കര തിരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി പറയുന്നുണ്ട്. അതിൽ UDFൻ്റെ മണ്ഡലങ്ങൾ UDF ജയിച്ചു എന്നായിരുന്നു ആദ്യം CPM പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നിലമ്പൂർ തിരിച്ചു പിടിച്ചപ്പോൾ അവർക്കതിന് മറുപടി ഉണ്ടായില്ല. മാത്രമല്ല, ചേലക്കരയിലെ 39,000 വോട്ടുകളുടെ ഭൂരിപക്ഷം 12,000 കുറച്ചപ്പോൾ അവർക്കതിന് ഉത്തരവുണ്ടായില്ല. അപ്പോൾ ആ ട്രെൻഡ് അന്ന് മുതലേ ഉള്ളതാണ്. അത് പ്രതിപക്ഷം, പ്രത്യേകിച്ച് UDF ആ ജനവികാരം ഒന്ന് ഏകോപിപ്പിച്ചു. ഈ പൊതുജനം എന്ന് പറയുന്നവർക്ക് പ്രത്യേകിച്ച് മുഖമൊന്നുമില്ലല്ലോ, അവർക്ക് അഭിപ്രായം പറയാൻ വേദികളുമില്ല, അവർക്ക് മുഖവുമില്ല. പക്ഷേ അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും അവരുടെ മനസ്സിൽ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തതാണ് UDFനുണ്ടായ നേട്ടം. അത് UDFൻ്റെ ഒരു UDF എന്ന രീതിയിൽ എടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് നിലപാടുകൾ നമ്മൾ പറയുന്നില്ലേ, രാഷ്ട്രീയമായ നിലപാടാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും വോട്ട് കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ ബന്ധങ്ങളുടെ നിലപാട് മാറ്റിയപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു തരത്തിലുള്ള മാറ്റത്തിനും നിൽക്കാതെ ജനങ്ങൾ, ഈ ഗവൺമെൻറ്റിനെതിരായ ഒരു വികാരം ജനങ്ങളിലുണ്ട്, അത് ഏകോപിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ള ചിന്തയിലാണ് UDF അധികാരത്തിലെത്തുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ വലിയ മാറ്റം വരാനൊന്നും സാധ്യതയില്ല. നല്ലൊരു തരംഗം തന്നെ ഹാഷ്മി കേരളത്തിലുണ്ട്. ആ തരംഗം എന്താണെന്നുള്ളത് നമുക്ക് 4-ാം തീയതി തന്നെ കാണാം. കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊരു തരംഗം ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഇല്ലല്ലോ. 6 കോർപ്പറേഷനിലെ 4 എണ്ണം ഇപ്പോൾ UDFൻ്റെ കയ്യിലല്ലേ. ഒരെണ്ണം BJP കൊണ്ടുപോയി, ഒരെണ്ണം CPM കഷ്ടിച്ച് ഭരിക്കുന്നു. ഇതല്ല അവസ്ഥ. അതുപോലെ മറ്റുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ഥിതി ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു വലിയ തരംഗം ഇപ്പോഴും ഇവിടെ നിലനിൽക്കണം. ആ തരംഗം മാറ്റാനുള്ള ഒരു കാര്യവും LDFൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അതിനെ വെല്ലാവുന്ന ഒരു 5 ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടി UDF മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ മറികടക്കാവുന്ന ഒരു ഗ്യാരണ്ടി അവർക്കുണ്ടായിട്ടില്ല. പറയുമ്പോൾ തന്നെ ഒരു തരംഗമുണ്ടെങ്കിൽ അത് പ്രകടമാവണ്ടേ? നമ്മൾ ഈ കണ്ട ഇപ്പോൾ സർവേകളിലൊന്നും ആ ഒരു തരംഗം നമ്മൾ കണ്ടില്ല. അല്ല, സർവേ എന്ന് പറയുന്നത് കാണിക്കുന്ന മാത്രമല്ല, സൂചനയാണത്. തരംഗ വോട്ടെണ്ണുമ്പോൾ കാണും. അതെ, അതൊരു സൂചന. അതെ, സൂചന എന്ന് പറയുന്നത്, ഈ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു സൂചന. എങ്ങനെ ഈ ട്രെൻഡ് എന്ന് പറയുന്നത്, ട്രെൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഹാഷ്മി? അതായത് നമ്മൾക്കൊരു ഏതാണ്ട് ഒരു ധാരണ വെച്ചിട്ട് പോലും ചിലപ്പോൾ ഈ സർവേയൊക്കെ നടത്താം. ഇപ്പോൾ 20% വോട്ട് ഷെയർ BJPക്ക് ചാണക്യ ടുഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20% വോട്ട് ഷെയറും 11 സീറ്റുമാണ്. എനിക്ക് തോന്നുന്ന, ഞാനൊരു 2011 തൊട്ട് ഈ NDAക്ക് 8, 9, 11 എന്നൊക്കെയുള്ള സീറ്റ് കയറ്റി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണ കേട്ട് ഇപ്പോൾ 2014 ശേഷം അത് കൂടി, നരേന്ദ്രമോദിയുടെ പ്രഭാവം കൊണ്ട് അത് കൂടി. പക്ഷേ ഒരു സീറ്റിനപ്പുറത്തേക്ക് അവർക്ക് ഇന്നേ വരെ പോകാൻ പറ്റിയില്ല. ഇപ്പോൾ അസംബ്ലിയിലാണെങ്കിൽ ഒരു സീറ്റ് ഇല്ലതാനും. അപ്പോൾ അത് സുരേഷ് ഗോപിയുടെ ജയമൊക്കെ കൊണ്ടവർ ഗണിച്ചതായിരിക്കും, എന്തെങ്കിലും ആട്ടെ. അതിൽ വലിയ ഗൗരവം നമ്മൾ കൊടുക്കുന്നില്ല, ഞാൻ കൊടുക്കുന്നില്ല. കാരണം അതൊരു ട്രെൻഡാണ്. ആ ട്രെൻഡ് എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഹാഷ്മി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ മന്ത്രിമാരെ തീരുമാനിക്കുന്ന മുഖ്യമന്ത്രി. ഹാഷ്മി, ഒരു തരത്തിലുള്ള ഔദ്യോഗിക ചർച്ച ഇവിടെയും നടന്നിട്ട് എൻ്റെ അറിവിലില്ല. അതുമാത്രവുമല്ല, ഒരു സത്യാവസ്ഥ ഞാൻ പറയാം. അതായത് ഇപ്പോഴത്തെ ഈ UDF അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് ഒരു പ്രാഥമിക ചിന്ത പോലും പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ടായിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം UDF ജയിക്കട്ടെ, പിന്നീട് നമുക്ക് ആലോചിക്കാം. കാരണം ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. ആരൊക്കെ ജയിച്ചു വരും? ഈ ജയിച്ചു വരുന്നവരിൽ തന്നെ അറിയാമല്ലോ, ഒരു രാഷ്ട്രീയ കക്ഷിയും ഒരു രാഷ്ട്രീയ മുന്നണിയും ഒക്കെ ഒരുപാട് ഘടകങ്ങൾ തീരുമാനിക്കേണ്ടി വരും.
അപ്പോൾ മറ്റുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിക്കുന്നതും അതുപോലെ DGPയുടെ കാര്യവും ചീഫ് സെക്രട്ടറിയുടെ കാര്യവും ഒക്കെ അതൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരൊരു പക്ഷേ അവർ പ്രചരിപ്പിക്കുന്നുണ്ടാകാം. ഉദ്യോഗസ്ഥന്മാർ അതൊക്കെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം. അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു അറിവനുസരിച്ചിട്ട് കോൺഗ്രസിൻ്റെ ഒരു ഉന്നതനായ നേതാവിൻ്റെ മനസ്സിൽ ഈ നിമിഷം വരെ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നോ ആരാണ് മന്ത്രിമാരെന്നോ ഒരു തരത്തിലുള്ള സൂചന പോലും ഇല്ല. കാരണം അതിനവർക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരാളെ മന്ത്രിയാക്കണമെങ്കിൽ ആ ആൾ ജയിച്ചു വരണം. പിന്നെ അനുയായികൾക്ക് പറയാം. ഈ കോൺഗ്രസിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഒരുപാട് അനുയായികളുണ്ട്. ഈ അനുയായികളൊക്കെ അവർ പ്രോത്സാഹജനകമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും, അത് അവർ പിന്തുണയൊക്കെ നൽകാതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അത് നെഗറ്റീവായിട്ട് മാറുന്നത് ഈ ഒരു രണ്ടാം തരം മൂന്നാം തരം നേതാക്കൾ അറിയുന്നില്ല. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ ആര് മുഖ്യമന്ത്രിയാണെങ്കിലും ആര് മന്ത്രിയാണെങ്കിലും അവർക്കൊരു വിഷയമല്ല, ഭരണം മാറണമെന്നേ ഉള്ളൂ. പക്ഷേ ഒരു രണ്ടാം തരം നേതാക്കളും അതുപോലെ തന്നെ ഇവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില ആളുകൾക്കൊക്കെ അവർക്ക് അവരുടേതായ താല്പര്യം ഉണ്ടാകും. അവരായിരിക്കും ഒരു പക്ഷേ ഇതൊക്കെ പടച്ചു വിടുന്നത്. അല്ലാണ്ട് എൻ്റെ അറിവ് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളിൽ നിന്നും കിട്ടിയ അറിവനുസരിച്ച് ഈ നിമിഷം വരെ ഒരു തരത്തിലുള്ള ചിന്ത പോലും, കാരണം അവർക്ക് പറ്റില്ല. ഇപ്പം രണ്ട് MLA-മാരെ കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്, രമേശ് ചെന്നിത്തലയും VD സതീശനും. അതിൽ ഒരു പൊതുവികാരം എങ്ങനെയാണെന്ന് വെച്ചാൽ കേരളത്തിലെ UDFൻ്റെ നിലപാട് വ്യക്തമാക്കിയ ഒരാളാണ് VD സതീശൻ. അതുകൊണ്ട് ഒരു പൊതുവികാരം സതീശന് അനുകൂലമായിട്ടുണ്ട്. പക്ഷേ സംഘടനാ തലത്തിൽ കോൺഗ്രസ് എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് പാർട്ടി സീനിയോറിറ്റിയാണ്. ആ സീനിയോറിറ്റി വെച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മുൻതൂക്കമുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ രണ്ട് ചർച്ചയിലേക്ക് ലീഗ് കൂടി വരുന്നുണ്ട്. സാദിഖലി തങ്ങൾ നേർക്കുന്നവരെല്ലാം കൂടി ആ കാര്യം പറയുന്നുണ്ട്, കൂടുതൽ ചർച്ചയാവുന്നുണ്ട്. ഞാൻ അങ്ങനെ എത്താം സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.